കേരള കോൺഗ്രസ് എം സംഘടിപ്പിച്ച മലയോര ജാഥ പാണഞ്ചേരി പഞ്ചായത്തിൽ പര്യടനം നടത്തി. കേന്ദ്ര വനനിയമം പൊളിച്ചെഴുതണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് നയിച്ച മലയോര ജാഥയ്ക്ക് മുടിക്കോട് സെന്ററിൽ വെച്ച് പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രാജു പാറപ്പുറം ഷാൾ അണിയിച്ച് സ്വീകരണം നൽകി. തുടർന്ന് വാണിയമ്പാറ, വിലങ്ങന്നൂർ എന്നീ സെന്ററുകളിൽ സ്വീകരണവും നൽകി. 1972 കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യുക, വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ കഴിയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, കൃഷിയിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും ഇറങ്ങുന്ന ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ കൊന്ന് തിന്നുന്നതിനുള്ള അനുമതി നൽകുക, കൃഷികൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകുക, മരണങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ച 20 ലക്ഷം രൂപ ആക്കുക, മനുഷ്യജീവൻ രക്ഷിക്കുന്നതിനും സ്വയം രക്ഷയ്ക്ക് ആക്രമണകാരികളായ മൃഗങ്ങളെ കൊല്ലുന്നതിനും അനുവാദം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാഥ സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറിമാരായ ബേബി നെല്ലിക്കോഴി, തോമസ് മായാലി, ജോസ് മുട്ടത്തുകാട്ടിൽ, റോയ് സി ഡി, വിൽസൺ MP, ബൈജു വർഗീസ്, രാജു പാറപ്പുറം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടിക്കാട് സെന്ററിൽ നടന്ന സമാപന യോഗം കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മുതുകാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യാത്ത പക്ഷം കർഷകൻ കുത്തുപാള എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നും വന്യമൃഗങ്ങൾ കാട്ടിൽ തന്നെ കഴിയുവാനുള്ള ഊർജിത നടപടി ഉണ്ടാകണമെന്നും ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലും എത്തുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ജാഥ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് ആവശ്യപ്പെട്ടു. കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം സമരമാർഗമല്ലാതെ മറ്റൊരു മാർഗവും മുമ്പിലില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരവുമായി പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ കേരള നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച ഈ നിയമം ഭേദഗതി ചെയ്യുവാൻ ഇനിയും വൈകിക്കൂടാ. വന്യജീവികളുടെ ആക്രമണങ്ങൾ കൊണ്ട് മനുഷ്യരിവിടെ കൊല്ലപ്പെടുകയാണ്. കുട്ടികൾ മുതൽ സ്ത്രീകൾ മുതൽ മറ്റ് നിരവധി പേർ ഇതിനകം വന്യജീവികളുടെ ആക്രമണത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ കേരള സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 555 വിലപ്പെട്ട മനുഷ്യജീവനുകളായിരുന്നു.